ഒരു എം ടി ജാറോ കുപ്പിയോ എന്തെങ്കിലും അത് നമ്മളുടെ വാക്യൂമായിട്ടുള്ള, അതായത് സ്പേസിന്റെ ഏറ്റവും വാക്യൂമായിട്ടുള്ള സ്ഥലങ്ങളിൽ, ഡീപ്പസ്റ്റ് വാക്യൂം, അപ്പോൾ അവിടെ നമ്മൾ ഈ എം ടി ജാറ് കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡേൺ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എത്ര ആ ജാറിൻ്റെ ഉള്ളിൽ നിന്ന് ഫിസിക്കൽ ആറ്റവും ലൈറ്റും റിമൂവ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും മോഡേൺ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ഈ ജാറിനകത്ത് സ്റ്റിൽ ആ ഒരവസ്ഥയിലും കോസ്മിക് വെയിറ്റ്, വെബ് ഓഫ് കോസ്മിക് വെയിറ്റ് എന്നാണ് അവർ പറയുന്നത്. ഹെവിലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെബ് ഓഫ് കോസ്മിക് വെയിറ്റ് ഈ എം ടി ജാറിനകത്ത് സ്റ്റിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ വാക്യൂം സ്പേസിൽ നമ്മൾ എല്ലാ ഫിസിക്കൽ ആറ്റമും ലൈറ്റും എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ഡാർക്ക് മാറ്റർ ഏരിയയിൽ നമ്മൾ ഇത് കൊണ്ടുവെക്കുമ്പോഴും ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ഹെവിലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെബ് ഓഫ് കോസ്മിക് വെയിറ്റ് അതിനകത്ത് ഇപ്പോഴും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെഞ്ചുറീസ് ഓൾഡ് നമ്മളുടെ ആസ്ട്രോഫിസിക്സും ഒക്കെ അവരുടെ ടെലസ്കോപ്പിക്കലി അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സ് ശരിക്കും ഒരു ഇനഫായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഗ്രാവിറ്റി, അവരുടെ കാൽക്കുലേഷൻ വെച്ച് ഈ യൂണിവേഴ്സ് സിംപ്ലി ഒരു പ്യോർ ഇനഫ് ഗ്രാവിറ്റി ഹോൾഡ് ചെയ്യുന്നില്ല, ഡസ് നോട്ട് പൊസസ് ഇനഫ് ഗ്രാവിറ്റി ടു ഹോൾഡ് ഇറ്റ് സെൽഫ് എന്ന് സയന്റിഫിക് കാൽക്കുലേഷനിൽ അറിയാം. തിയറിറ്റിക്കലി, അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള ഡേറ്റയുടെ ബാക്കപ്പ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇനഫ് മാത്തമാറ്റിക്കൽ ഗ്രാവിറ്റി നമ്മളുടെ ഈ യൂണിവേഴ്സിനെ, ഈ വിസിബിൾ യൂണിവേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെ ഉചിതമല്ല എന്ന് സയന്റിസ്റ്റിന് അറിയാം. അപ്പോൾ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡിയിൽ, വെരി റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡിയിൽ മോഡേൺ സയൻസിൽ ഇവരൊരു പുതിയൊരു കൺസെപ്റ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ അവർ പേരിട്ടിരിക്കുന്നത്, ഇപ്പം നമ്മളുടെ കൾച്ചറിൽ നിന്ന് പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ പുതിയ ചെല്ല പേരുകൾ വരുന്നുണ്ട്. ഡാർക്ക് മാറ്റർ, കാളിക്ക് ഡാർക്ക് മാറ്റർ എന്ന് വരുന്നു, പിന്നെ അങ്ങനെയൊക്കെയുള്ള പല സംഭവം. ഗോഡ് പാർട്ടിക്കിൾസിന്, ശിവോഹത്തിന് ഗോഡ് പാർട്ടിക്കിൾസ്, അങ്ങനെ കൺവേർഷൻ നടക്കുന്നുണ്ട്. അതിപ്പോ ഒരു മോഡേൺ ഹൈടെക് കൺവേർഷൻ ആണ്, അത് വേറൊരു വിഷയം, അതിലേക്ക് പോകുന്നില്ല, അത് പിന്നൊരു അവസരത്തിലാവാം. അപ്പോൾ മോഡേൺ സയൻസ് ഇതാണ് പറയുന്നത്, ഒരു ഇൻവിസിബിൾ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതാണ് ഇപ്പോൾ കോസ്മോസിനെ ഹോൾഡ് ചെയ്യുന്നത്. ഇൻവിസിബിൾ ആണ്, അതിന് ഡേറ്റ ഒന്നുമില്ല, ഗ്രാവിറ്റി ഡസന്റ് മാറ്റർ. അതായത് സോഫാർ നമ്മൾ സയൻസിൽ പഠിച്ച ഒന്നും
അവിടെ അപ്ലിക്കബിൾ അല്ല. അതിപ്പോൾ സയന്റിസ്റ്റുകൾ പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇൻവിസിബിൾ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്, കറക്റ്റ് വേർഡാണ് ഇത്, സയന്റിഫിക് വേർഡാണ് ഞാൻ പറയുന്നത്. അവരത് കാഷ്വലി ഡാർക്ക് മാറ്റർ എന്ന് വിളിച്ചു. ഒഫീഷ്യലി ഇൻവിസിബിൾ ഹെവി സ്ട്രക്ചേർഡ് ഇതൊക്കെയാണ് കോസ്മിക് വെബ്. ഏൻഷ്യൻ സയന്റിസ്റ്റ്, ഞാൻ അവരെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഏൻഷ്യൻ സയന്റിസ്റ്റ്, നമ്മളുടെ ഋഷീശ്വരന്മാർ, ഇവരാണ് ശരിക്കുള്ള സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഏൻഷ്യൻ സയന്റിസ്റ്റ്, ഏൻഷ്യൻ സയന്റിസ്റ്റ് ഇവരിപ്പോ ഈ ഡാർക്ക് മാറ്റർ എന്നൊക്കെ വിളിച്ചു, സ്ട്രക്ചർ, ബീം, ഏലിയൻ എന്നൊക്കെ വിളിച്ചത്. ഏൻഷ്യൻ സയന്റിസ്റ്റ് ഇത് ഒരു തെറ്റും കൂടാതെ ഹൈലി പ്രിസിഷൻ ഇതില് ഫ്ലോലെസ്ലി ഈ കോസ്മിക് വെബ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവരിതറിഞ്ഞിരുന്നു. അവരതിനെ പല തലകളുള്ള ഒരു നാഗമായിട്ടാണ്, നാഗം എന്ന് പറഞ്ഞാൽ ചെറിയ നാഗമല്ല, ഒരു മാസീവ് നാഗം, യൂണിവേഴ്സിന്റെ സൈസ് ഉള്ള ഒരു മൾട്ടി ഹെഡഡ് സെർപ്പന്റ്. ആ സെർപ്പന്റ് ആണ് ഈ യൂണിവേഴ്സ് എന്നുള്ള വെരി ഫാബ്രിക് ഓഫ് റിയാലിറ്റിയെ ഹോൾഡ് ചെയ്യുന്നതാണെന്ന് അന്നത്തെ ഏൻഷ്യൻ സയന്റിസ്റ്റ് ഋഷീശ്വരന്മാർ ബ്രാക്കറ്റിൽ കണ്ടുപിടിച്ചിരുന്നു. അവർക്കറിയാമായിരുന്നു. അതെങ്ങനെയൊന്നും അറിയത്തില്ല, ടെലസ്കോപ്പ് ഒന്നും വന്നില്ലായിരുന്നു. യോഗിക്കലി അതിന് എക്സ്പ്ലനേഷൻ ഉണ്ട്, അതിലേക്ക് പോകുന്നില്ല, എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ മിത്തോളജി ജസ്റ്റ് ഒരു മിത്തോളജി ആയിട്ടാണ് കാണുന്നത്. അതിനകത്തുള്ള നമ്മളെ അതിശയിപ്പിക്കുന്ന ആസ്ട്രോഫിസിക്സ് നമ്മൾ ഇന്ത്യക്കാരറിയുന്നില്ല. പക്ഷേ വെസ്റ്റേൺ ആൾക്കാർ ഇതറിഞ്ഞ് അതിനെ റിസർച്ച് ചെയ്ത് അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ചില പേരിട്ട് അവരതിന് ക്രെഡിറ്റ് എടുക്കുന്നു. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഇതാണ് ആസ്ട്രോഫിസിക്സ് ഓഫ് ആദിശേഷ. ആദിശേഷൻ എന്നാണ് നമ്മളുടെ പുരാണത്തിന് ഈ സ്ട്രക്ചർ, ഈ ബീം ഓഫ് സ്ട്രക്ചർ വിച്ച് ഹോൾഡ്സ് ദ എൻറ്റയർ യൂണിവേഴ്സ് എന്ന് വെസ്റ്റേൺ സയന്റിസ്റ്റ് ഇപ്പൊ കണ്ടുപിടിച്ച കാര്യങ്ങൾക്ക് 20,000 വർഷങ്ങൾക്ക് മുമ്പ് ഏൻഷ്യൻ സയന്റിസ്റ്റ് വിളിച്ചിരുന്ന പേര് ആദിശേഷൻ എന്നായിരുന്നു. അപ്പൊ നമുക്കിതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. എന്താണ് ഈ ആദിശേഷൻ? സുപ്രീം ബൗണ്ട്ലെസ് എൻറ്റിറ്റി, അതാണ് സുപ്രീം. ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത അത്രയും വാസ്റ്റാണ്. അങ്ങനെ ഒരു എൻറ്റിറ്റിയാണ്. അതിൻ്റെ പുറത്ത് ആണ് മഹാവിഷ്ണു കിടക്കുന്നത്. അതിന് പലതരം ഹൂഡുകളുണ്ട്. ഹൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് പത്തി. ഈ ആദിശേഷന് പല പത്തികളുണ്ട്. ആദിശേഷന്റെ കിടപ്പ് തന്നെ ഒരു പാരാബോളിക് വേയിലാണ് കിടക്കുന്നത്, അതിന്റെ ചുറ്റി കിടക്കുന്നത്. അതും ഇപ്പൊ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തു. ഈ പാരാബോളിക് സ്ട്രക്ചറൽ ബീമാണ് യൂണിവേഴ്സിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. ഇത് നമ്മൾ അറിഞ്ഞത് എപ്പോഴാ? 20,000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത് ലേറ്റസ്റ്റ് സ്റ്റഡിയിലാണ് ഇപ്പോഴത്തെ ഈ സ്ട്രക്ചറൽ ബീമും കോസ്മിക് മാറ്റേഴ്സും ഒക്കെ വരുന്നത്. ഇൻവിസിബിൾ ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് വിസിബിൾ ക്വാണ്ടം മെക്കാനിക്സ്.
അപ്പൊ ഈ സുപ്രീം ബൗണ്ട്ലെസ് എൻറ്റിറ്റിയാണ് ആദിശേഷൻ, നമ്മളുടെ ആദിശേഷൻ എന്നറിയുക. ഇൻഫിനിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കോയിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റി പിണഞ്ഞ് കിടക്കുന്ന സെർപ്പന്റ്. കൗണ്ട്ലെസ് ഹെഡ് ഉണ്ട്, ഒരുപാട് ഭണങ്ങളുള്ള. ഈ ഓരോ ഭണങ്ങളും ഓരോ യൂണിവേഴ്സാണ്, ഓരോ ഗാലക്സിയാണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പുരാണത്തിലുണ്ട്. ഇത് ഇപ്പൊ ലേറ്റസ്റ്റ് സ്റ്റഡിയിൽ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ്. ഇത് കണ്ടുപിടിച്ചാണോ അതോ ഇവിടുന്ന് കോപ്പീഡ് ആണോ എന്നുള്ളത് അത് വേറൊരു വിഷയം. അപ്പൊ നമ്മളുടെ ഏൻഷ്യൻ സ്ക്രിപ്റ്റേഴ്സിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. കൗണ്ട്ലെസ് ഹെഡും ആദിശേഷനും വിഷ്ണു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോളി ഫോമാണ്. ഇതെല്ലാം നമുക്കറിയാം. ഇതിനകത്ത് ഗ്ലോയിങ് സ്റ്റാർസും പ്ലാനറ്റ്സും മൾട്ടിപ്പിൾ യൂണിവേഴ്സും മൾട്ടിവേഴ്സും മൾട്ടിപ്പിൾ ഗാലക്സീസും ഇതെല്ലാം ആദിശേഷന്റെ ഒരു ഫണം മാത്രമാണ്. ഓരോരോ ഫണങ്ങൾ, അങ്ങനെ തൗസൻഡ്സ് ഓഫ് ഫണങ്ങൾ, മില്യൺസ് ഓഫ് ഫണങ്ങൾ ഉള്ള ഒരു മാസീവ് സംഭവമാണ് ആദിശേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഹോൾഡ്സ് ദ എൻ്റയർ യൂണിവേഴ്സ്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ ഇതിന് നമ്മളൊരു ഏൻഷ്യൻ സ്ട്രക്ചറൽ അനലോഗി നമ്മുടെ ഈ മോഡേൺ കോസ്മോളജിയുമായിട്ട് ഇത് ചെയ്യുമ്പോൾ, റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, വൺ ഓഫ് ദ മോസ്റ്റ് ആക്യുറേറ്റ് സയന്റിഫിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്പേസ് എന്ന് വേണേൽ പറയാം. എല്ലാവരും സയൻസ് എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിലല്ലേ വിശ്വസിക്കത്തുള്ളൂ. ഋഷീശ്വരന്മാർ, ഹിന്ദുയിസം എന്നൊക്കെ പറയുമ്പം അത് ചാണകവും ഒക്കെ ആവും. അപ്പൊ ഈ സയൻസ് ഇപ്പൊ പറയുന്നു ഇത് നമ്മളുടെ ഏറ്റവും ആസ്ട്രോഫിസിക്സിലെ ഏറ്റവും വലിയ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് ഡിസ്ക്രിപ്ഷൻ ആണെന്ന് പറയുന്നു. പേറ്റന്റ് എവിടെ പോകുന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, അപ്പോ ഇത് നമ്മളുടെ പുരാണങ്ങൾ പറയുന്നത് നമ്മളുടെ ഒരു കോസ്മിക് സൈക്കിൾ ഉണ്ടല്ലോ, നമ്മളുടെ പല യുഗങ്ങൾ, അത് കാലചക്രം. അത് എൻഡ് ചെയ്യുമ്പോൾ, അത് തീരുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ മാറ്റേഴ്സ് എല്ലാം യൂണിവേഴ്സിലുള്ള ഫിസിക്കൽ മാറ്റേഴ്സ്, അത് പല പ്ലാനറ്റ്സ് ആവാം, സ്റ്റാർസ് ആവാം, എന്തോ ആയിക്കോട്ടെ, അതെല്ലാം ഇറ്റ് ഡിസോൾവ്ഡ് ആൻഡ് ഡിസ്ട്രോയിഡ്. ഇത് നമ്മളുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ആഫ്റ്റർ എ സെറ്റ് ഓഫ് എ യുഗ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, നമ്മളുടെ ഒരു എൻറ്റയർ കോസ്മോളജി വിൽ ബി സക്ഡ് ഇൻ ടു എ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നുണ്ട് പുരാണങ്ങൾ. അത് തന്നെ ഇവിടെ അതൊന്ന് മോഡേണൈസ് ചെയ്ത് ഇപ്പൊ പറയുന്നതേ ഉള്ളൂ. ഇതൊരു വലിയൊരു കണ്ടുപിടുത്തം ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ സയൻസ് എന്നുള്ള പേര് വരുമ്പോൾ ആൾക്കാരെ അട്രാക്റ്റഡ് ആകും. സയൻസ് ഈസ് നത്തിങ് ബട്ട്, ഈ എല്ലാം നല്ലതാണ്, സയൻസും എല്ലാം നല്ലതാണ് ഒരു പരിധി വരെ. പക്ഷെ സയൻസ്, ബിയോണ്ട് സയൻസ് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. സയൻസ് ഈസ് ലൈക്ക് ജസ്റ്റ് 5%. ഞാൻ പറഞ്ഞല്ലോ, ഈ എൻ്റയർ കോസ്മിക് സൈക്കിള് അൾട്ടിമേറ്റ്ലി എൻഡ്സ് ആൻഡ് ഡിസ്ട്രോയ്സ് ഫിസിക്കൽ മാറ്റേഴ്സ് ഇൻ ദ യൂണിവേഴ്സ്. പറഞ്ഞിട്ടുള്ള ഇപ്പൊ സയന്റിസ്റ്റുകൾ അന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും സെൻസിബിൾ ആയിട്ട് അന്ന് പറഞ്ഞിട്ടുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ മാത്രമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ അതിനകത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, സ്പേസ് എന്ന് പറയുന്നത് ഒരു എംപ്റ്റി വോയിഡ് മാത്രമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഹെവിലി
ഇന്റർവോവൻ ഫ്ലെക്സിബിൾ ഫാബ്രിക് ആണെന്ന് പറയുന്നുണ്ട്. ഒരു ഫാബ്രിക്, അതാണ് ഈ ശേഷന്റെ ഈ ബോഡി എന്ന് പറയുന്നത്, ആദിശേഷൻ. അതാണ് ഇപ്പം പവർഫുൾ ബീം എന്നും അങ്ങനെ പല പല പേരിൽ അത് ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഇത് അതാണ് എന്റെ പോയിന്റ്. പുതിയ പുതിയ ഏത് കണ്ടുപിടുത്തം എടുത്തു കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി റൂട്ടഡ് ടു അവർ പുരാണാസ്, സം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. എന്നിട്ട് ഇതിനകത്ത് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ ഒരു മോഡേൺ സയൻസ് എടുക്കുന്നുണ്ട് ഇൻ എ ഡിഫറെന്റ് നെയിം ആൻഡ് ഫോം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നിങ്ങള് നിങ്ങളിപ്പോ ഒരു എല്ലാ സിംഗിൾ ഫിസിക്കൽ പ്ലാനറ്റും സ്റ്റാറുകളും ഈ യൂണിവേഴ്സിലുള്ള എല്ലാം നമ്മൾ നീക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹെവിലി സ്ട്രക്ചേർഡ് ഫാബ്രിക് എന്ന് പറയുന്ന സംഭവം, ശേഷനാഗൻ എന്ന് പറയുന്നത്, അത് റിമെയിൻഡ് ആയിരിക്കും. അത് യൂണിവേഴ്സിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ എവിക്ഷൻ ഓഫ് കോസ്മിക് സ്പേസ് എന്ന് പറയുന്നില്ലേ ഡാർക്ക് മാറ്ററിലെ, ഈ എവിക്ഷൻ ഓഫ് കോസ്മിക് സ്പേസ് എന്നുള്ള ഒരു സിനാരിയോ നടന്നു കഴിഞ്ഞാലും ഈ ശേഷനാഗൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൂടിയേ തീരൂ. കാരണം അതാണ് യൂണിവേഴ്സിനെ പിടിച്ചു നിർത്തുന്നത്. ആ സംഭവം ഇറ്റ് റിമെയിൻസ് ആസ് ഇറ്റ് ഈസ്. ഓക്കെ, അത് ഇപ്പോൾ നമ്മളുടെ എവിടെയാണ്, ഞാനത് ഒന്ന് നോക്കിയോടെ, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, നാസയുടെ അത് കണ്ടുപിടിച്ചിരിക്കുന്നു. ഹെവിലി സ്ട്രക്ചർഡ് ഫാബ്രിക് റിമെയിൻസ് ഫർദർമോർ ആൻഡ് സെയിം എന്ന് പറയുന്നു. അതിനകത്തൊരു മാറ്റവും ഇല്ല എന്ന് നാസ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് എത്രയോ നാള് മുമ്പ് തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇത് ചെയ്യാൻ കാരണം, ഇപ്പൊ ആദിശേഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എടുത്തത്, ആദിശേഷൻ എന്നുള്ള ഒരു മാസീവ് വെബ് ഓഫ് ഡാർക്ക് മാറ്റർ ആണ്. ആ ഒരു സ്പെസിഫിക് ജിയോമെട്രിക് ഷേപ്പ് ഇതെല്ലാം നമ്മളുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഹെവിലി കോയിൽഡ് സെർപെന്റ് that leads to different galaxies and universes. അത് അഡ്വാൻസ് മാത്തമാറ്റിക്സിൽ ഇതെല്ലാം ഇത് പറയുന്നുണ്ട്. അതിൻ്റെ കർവിങ്ങും ബെൻഡിങ്ങും എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്നും പുതിയതല്ല. ഞാൻ പറയാൻ കാരണം ഇങ്ങനെ ഒത്തിരി ടേക്ക് ഓവർ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അവെയർ ആയിട്ടിരിക്കുക. ആസ് സനാതനീസ്, നമ്മളെല്ലാം സനാതനികളാണ്. സനാതനികൾ ഈ ഒരു ടേക്ക് ഓവർ അറിയണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലത്തെ ഒരുപാട് ടെക്നിക്സ് ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ഓഫ് ടു വെസ്റ്റ് ആൻഡ് കംസ് ഇൻ എ ന്യൂ ബോട്ടിൽ വിത്ത് എ ന്യൂ നെയിം. ഓക്കെ എന്ന് മനസ്സിലാക്കുക. പിന്നെ കാണാം. ടേക്ക് കെയർ.